ആലപ്പുഴയിൽ വയോധികയെ സഹോദരൻ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് വീടിന്റെ വരാന്ത കെട്ടാൻ ശ്രമിച്ചു. പ്രതി ബെന്നി സിമന്റും നിർമ്മാണ സാമഗ്രികളും വാങ്ങിയിരുന്നതായും കണ്ടെത്തൽ. കൊല്ലപ്പെട്ട റോസമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ഇന്നലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഇവരുടെ പുനർവിവാഹമായ സംബന്ധിച്ച ഒരു തർക്കത്തിനപ്പുറത്തേക്ക് ആസൂത്രിതമായി കുറേ ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം എന്ന് തന്നെ ഇപ്പോൾ പോലീസ് നിഗമനത്തിലെത്തുന്നുണ്ടോ? ഗോകുലെ 60 വയസ്സുകാരെ റോസമ്മയുടെ കൊലപാതകം അത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല, അതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന സംശയം ഇപ്പോൾ പോലീസിലുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വീടിന്റെ മുൻപിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. വീടിന്റെ മുൻവശത്ത് വരാന്ത നീട്ടിക്കെട്ടാനായിട്ട് നിലവിൽ ഉണ്ടായിരുന്ന വരാന്ത പൊളിച്ച് അത് വീതി കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അവിടെ സിമന്റും മറ്റ് നിർമ്മാണ കല്ല് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നു. പിന്നീട് ചോദ്യം ചെയ്തതോടുകൂടിയാണ് പ്രതി ഈ കുഴിയെടുത്ത് വീടിന്റെ പിന്നിൽ കുഴിയെടുത്ത ഭാഗത്തിന്റെ മുകളിൽ കുഴിച്ചിട്ട സ്ഥലത്തിന്റെ മുകളിൽ വരാന്ത നീട്ടിക്കെട്ടാനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ പദ്ധതി. പക്ഷെ ഇത് പോലീസ് അന്വേഷിച്ച് വീട്ടിലേക്ക് തന്നെ തന്നിലേക്ക് എത്താറായി എന്ന് മനസ്സിലായാണ്. ശരി, 60 വയസ്സുകാരിയായ റോസമ്മയെ സഹോദരൻ ബെന്നിയാണ് കൊലപ്പെടുത്തിയത്. ഏതായാലും കൊലപാതകം അത് മറയ്ക്കാൻ ശ്രമിച്ച വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ന് റോസമ്മയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.